അപൂർവ രോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ദുരിതക്കയത്തിൽ. ചേർത്തല സ്വദേശിയായ അനൂപിൻ്റെ ജീവിതം ആരെയും വേദനിപ്പിക്കും. 42 വയസ്സുള്ള അനൂപിന് തുണയായി 77 വയസ്സുള്ള മാതാവ് ചന്ദ്രമതി മാത്രം, പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ. ചേർത്തല നഗരസഭ 8-ാം വാർഡിൽ വട്ടക്കാട്ട് വീട്ടിൽ ചന്ദ്രമതി തമ്പി ദമ്പതികളുടെ മകൻ അനൂപ്. അച്ഛൻ്റെ മരണശേഷം അമ്മയും അനൂപും മാത്രമായി. അനൂപിൻ്റെ നിത്യവരുമാനത്തിൽ മാത്രമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ജനങ്ങളാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. ജനങ്ങൾ സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും വരെ ആയത്. ഫിസിയോതെറാപ്പി ഉണ്ട്, അതിന് കാശാകും. സാമ്പത്തികമൊന്നുമില്ല, സാമ്പത്തികമാണ് ഈ കിടക്കുന്നത്. ഞങ്ങളുടെ സാമ്പത്തിക വരുമാനമാണ് ഈ കിടക്കുന്നത്. പൊതുരംഗത്തുൾപ്പെടെ സജീവമായിരുന്ന ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്നാണ് ജീവിതം മാറിമറിഞ്ഞത്. ആദ്യം സംസാര വൈകല്യം സംഭവിച്ചു, തുടർന്ന് ഒരു വശം തളരുവാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖമാണ് കാരണം. പ്രദേശത്തെ സുഹൃത്തുക്കൾ ചേർന്ന് നൽകുന്ന തുകയിലാണ് മുന്നോട്ട് പോകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രി തുടങ്ങിയിടങ്ങളിൽ ചികിത്സ തേടിയെങ്കിലും ഫിസിയോതെറാപ്പിക്കും മരുന്നുകൾക്കും മറ്റുമായി 1500 രൂപയ്ക്ക് മുകളിൽ ദിവസേന ചിലവ് വരുന്നു. മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഈ കുടുംബത്തിനില്ല. മോട്ടോ ന്യൂറോ ഡിസീസ് എന്ന് പറയുന്ന അസുഖമാണ്. അത് ഒരു സൈഡ് ഭാഗമായിട്ട് തളർന്നു, ഇപ്പോൾ പൂർണ്ണമായിട്ടും തളർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അവർ കൊടുക്കുന്ന ഒരു തുക വെച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാ തലങ്ങളും കഴിഞ്ഞു. കാര്യം ഒരു ദിവസം ഫിസിയോതെറാപ്പിക്കും മരുന്നുകൾക്കുമായിട്ട് 1000 രൂപക്ക് മുകളിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ വേറെ ഒരു ചേച്ചിയുടെ സഹായത്തിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തുക കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വിദഗ്ധ ചികിത്സ നടത്തണമെങ്കിൽ പോലും ഭീമമായ തുക ആവശ്യമായി വരും. മെഡിക്കൽ കോളേജിലും തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലുമൊക്കെ നിലവിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. അവിടെ നിന്നുള്ള മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമായ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനൂപിനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതിന് പോലും സാധ്യമല്ല. അതിനായി ഒരു ബന്ധുവിനെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ നിർധന കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് വലിയ സാമ്പത്തിക ചിലവാണ് വേണ്ടിവരുന്നത്. അന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലും വഴിയില്ലാതിരിക്കെ തുടർ ചികിത്സയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് ഈ കുടുംബം. സംസാരമാണ് പ്രശ്നം വന്നത്. പിന്നീട് അത് പതിയെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, അപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. അപ്പോൾ വിദഗ്ധമായ ചികിത്സ ഇതിനാവശ്യമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചെറിയ തുകകളെല്ലാം സംഹരിച്ചാണ് തുടർ ചികിത്സകളെല്ലാം നടത്തിയത്. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു എമൗണ്ട് ആവശ്യമാണ്. ഒരു ദിവസം തന്നെ 10,000 രൂപയ്ക്ക് മേളിൽ ചിലവുണ്ട് ഫിസിയോതെറാപ്പി എല്ലാം കൂടി ചെയ്യുന്നതിന് വേണ്ടി തന്നെ. പിന്നെ എന്ന് പറയുന്നത് അനുവിൻ്റെ പ്രായമായ അമ്മയും മാത്രമല്ല. അച്ഛൻ മുന്നേ മരിച്ചാണ്, മറ്റ് സഹോദരങ്ങളോ ആരുമില്ല. അപ്പോൾ അനുവിനെ ഒന്ന് ദൈനംദിന കാര്യങ്ങൾക്കൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണമെങ്കിൽ തന്നെ വേറൊരാളുടെ സഹായം ആവശ്യമാണ്. ഞങ്ങളെല്ലാവരും മറ്റ് ജോലികൾക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ ഒരാളെ നിർത്തിയാൽ മാത്രമേ അനുവിനെ ഒന്ന് ബാത്റൂമിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്.